Gauss's Divergence Theorem. Statement: let T be a closed bound region in space whose boundary is a piecewise smooth orientable surface S. Let f of xyz be a vector function that is continuous and has continuous first partial derivatives in some domain containing T. Then triple integral over T divergence f dv is equal to double integral over s f dot n va. ഇതാണ് divergence theorem. അതിൻ്റെ Cartesian representation triple integral over T dou f1 by dou x plus dou f2 by dou y plus dou f3 by dou z dx dy dz is equal to double integral over s f1 dy dz plus f2 dx dz dx plus f3 dx dy. അതായത് triple integral over T dou f1 by dou x plus dou f2 by dou y plus dou f3 by dou z dx dy dz is equal to ട്രിപ്പിൾ ഇൻ്റഗ്രൽ മാറ്റണമെങ്കിൽ ഇത് ഡബിൾ ഇൻ്റഗ്രൽ ആക്കാം. എന്ത് വരണം? എഫ്1ൻ്റെ കൂടെ ഇവിടെ എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ എക്സിനെ ഒഴിവാക്കിയിട്ട് ഡി വൈ ഡി സെറ്റ് പ്ലസ് എഫ്2ൻ്റെ കൂടെ സാധാരണ വൈ ആണ് വരിക. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് ഡി സെറ്റ് ഡി എക്സ് പ്ലസ് എഫ്3യുടെ കൂടെ സാധാരണ ഡി സെറ്റ് ആണ് വരിക. അപ്പോൾ സെറ്റിനെ ഒഴിവാക്കിയിട്ട് ഡി എക്സ് ഡി വൈ. ഇതാണ് കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗോസസ് ഡൈവർജൻസ് തിയറം. ഇതിൻ്റെ ഒരു പ്രോബ്ലം കാണാം. പ്രോബ്ലം: verify Gauss's divergence theorem for f where f is equal to x square minus yzi plus y square minus zxj plus z square minus xyk over the rectangle parallelepiped 0 less than or equal to a less than 0 less than or equal to x less than or equal to a 0 less than or equal to y less than or equal to b 0 less than or equal to z less than or equal to c. തന്നിട്ടുണ്ട് എഫ് എന്താണെന്ന്. അത് നമ്മൾ എഴുതി. ഇതിൽ ഐൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് f1. So f1 is equal to x square minus yz. jയുടെ കോഎഫിഷ്യൻ്റ് ആണ് f2 is equal to y square minus xz. kയുടെ കോഎഫിഷ്യൻ്റ് ആണ് f3 x square minus zy. ദെൻ നമുക്കറിയാം ഡൈവർജൻസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എഫ് ആണ്, ഡെഫിനിഷനാണ്. ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ എഫ് ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് കെ ഡോട്ട് എഫ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സെഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ് സെഡ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, വൈ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ് 0. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ 2y, എക്സ് സെഡ് കോൺസ്റ്റൻ്റ് ആണ് 0. വിത്ത് റെസ്പെക്ട് ടു സെഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z, എക്സ് വൈ കോൺസ്റ്റൻ്റ് ആണ് 0. 2 കോമൺ ആണ്, അത് പുറത്തെടുത്തു. ഇപ്പോൾ 2 ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. Then triple integral over t divergence of f dv is equal to triple integral over t. ഇതിന് പകരം ഡോ f1 by ഡോ x പ്ലസ് ഡോ f2 by ഡോ y പ്ലസ് ഡോ f3 by ഡോ z dx dy dz. ഇനി ഈ ഇൻ്റഗ്രലിലെ വേരിയബിൾസിൻ്റെ ചേഞ്ചിനെ കുറിച്ച് നോക്കണം. ഞാൻ ഇങ്ങനെ എടുത്തു. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. z വേരി ചെയ്യുന്നത് 0 to c ആണ്, y വേരി ചെയ്യുന്നത് 0 to b ആണ്, x വേരി ചെയ്യുന്നത് 0 to a ആണ്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ എടുത്തു. ഇതിപ്പം ഇങ്ങനെ എടുത്തതുകൊണ്ട് ഉള്ളിലാണ് എക്സ് കിടക്കുന്നത് കൊണ്ട് ഞാൻ ഡി എക്സിന് ആദ്യം ഇട്ടു. എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി ഇതിനെ ഈ കേൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 2 കോൺസ്റ്റൻ്റ് ആണ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഇൻ്റഗ്രൽ x സ്ക്വയർ ബൈ 2, y കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ വൈ എക്സ്, സെഡ് കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ സെഡ് എക്സ്. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ് ഉള്ളിടത്ത് എ എന്ന് കൊടുക്കുക, മൈനസ് എക്സ് ഉള്ളിടത്തൊക്കെ 0 എന്ന് കൊടുക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ നമുക്ക് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കിട്ടും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഈ കിടക്കുന്ന കേൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എ സ്ക്വയർ വൈ കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ ടു വൈ കൊണ്ട് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡി കൊണ്ട് ചെയ്യുമ്പോൾ വൈ പ്ലസ് എ വൈൻ്റെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2 പ്ലസ് എ സെഡ് കോൺസ്റ്റൻ്റ് ആണ് ഡി വൈയുടെ ഇൻ്റഗ്രൽ വൈ വിത്ത് ലിമിറ്റ് 0 to b. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ y is equal to b കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടും. ദെൻ
ഈ ഉള്ളിൽ കിടക്കുന്നതിനെ വിത്ത് റെസ്പെക്ട് സെഡ് കൊണ്ട് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 2 ഇവിടെ ഉണ്ട്. എ സ്ക്വയർ ബി ബൈ 2 ഫുൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് അതുപോലെ ഇട്ടു. ദെൻ വിത്ത് റെസ്പെക്ട് സെഡ് കൊണ്ട് ചെയ്യുമ്പോൾ സെഡ് പ്ലസ് ഇതും കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ ഇട്ടു. വിത്ത് റെസ്പെക്ട് സെഡ് കൊണ്ട് ചെയ്യുമ്പോൾ സെഡ് പ്ലസ് എ ബി കോൺസ്റ്റൻ്റ് ആണ്, എ ബി പുറത്തിട്ടു. സെഡിൻ്റെ ഇൻ്റഗ്രൽ സെഡ് സ്ക്വയർ ബൈ 2. ഇതിനെ വിത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. എവിടെയെല്ലാം സെഡ് ഉണ്ടോ അവിടെയൊക്കെ സി കൊടുക്കുക, മൈനസ് എവിടെയെല്ലാം സെഡ് ഉണ്ടോ അവിടെയെല്ലാം 0 കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും 2 ഇൻറ്റു എ സ്ക്വയർ ബി സി ബൈ 2 പ്ലസ് എ ബി സ്ക്വയർ സി ബൈ 2 പ്ലസ് എ ബി സി സ്ക്വയർ ബൈ 2. 2 കോമൺ എടുത്തു. എ ബി സി ഇതിലെല്ലാവരും കോമൺ ആണ്, അതിനെ പുറത്തെടുത്തു. 2 ക്യാൻസൽ ചെയ്തു. അപ്പം എ ബി സി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുക. പാരലലോപിപ്പഡ് എന്ന് പറഞ്ഞാൽ 6 ഫേസുകളുള്ള ഒരു സോളിഡാണ്. അതിലെ ഓരോ ഫേസും പാരലോഗ്രാം വരുമ്പോഴാണ് പാരലലോപിപ്പഡ് എന്ന് പറയാം. റെക്ടാങ്കുലർ പാരലലോപിപ്പഡ് എന്ന് പറഞ്ഞാൽ ഈ പാരലലോപിപ്പഡിലെ 6 ഫേസുകളും റെക്ടാങ്കിൾസ് വരുന്നതാണ് റെക്ടാങ്കുലർ പാരലലോപിപ്പഡ്. നമുക്കതിനെ അറിയാവുന്ന രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബോയിഡ് ആയിട്ട് വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ത്രിമാന രൂപം 3D ഫിഗർ കാണിച്ചു തരാം. ഇതാണൊരു പാരലലോപിപ്പഡ്. ക്വസ്റ്റ്യന് കണ്ടിട്ടുണ്ട് പാരലലോപിപ്പഡിൻ്റെ 0. ഇതിനെ നിങ്ങൾക്ക് അറിയാം 8 ഒക്ടാൻഡ് ഉണ്ട്. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ എക്സ്, ഇതിനെ എക്സ് ആക്സ് എന്ന് വിചാരിക്കുക, ഇതിനെ വൈ ആക്സ് എന്ന് വിചാരിക്കുക, ഇതിനെ സെഡ് ആക്സ് എന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യന് കണ്ടിട്ടുണ്ട് എക്സ് ഗ്രേറ്റർ ഈക്വൽ ടു 0, അതായത് 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എ, 0 ലെസ് ദാൻ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഈക്വൽ ടു ബി, 0 ലെസ് ദാൻ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഈക്വൽ ടു സി. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഒക്ടന്റ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ പാരലലോപിപ്പഡ്. ഇതിന് 6 ഫേസുകളാണുള്ളത്. ഫേസ് നമ്പർ 1, 2, 3, 4, 5, 6. ഫസ്റ്റ് ഫേസ് കൺസിഡർ ചെയ്യാം. ഈ ഫേസ് നിൽക്കുന്നത് ഈ വൈ ആക്സിസിലും സെഡ് ആക്സിസിലും മാത്രമാണ്. ഈ ഫേസിന് എക്സ് ആക്സുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഓൺ S1 x is equal to 0 ആയിട്ട് നമുക്ക് വിചാരിക്കാം. ഓൺ S1 x is equal to 0. ദെൻ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഔട്ടർ നോർമൽ വെക്ടർ ആണ്. ഈ S1 എന്ന ഫേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഈ S1 എന്ന ഫേസിൻ്റെ ഇതിൻ്റെ നോർമൽ വെക്ടർ ദി എക്സ് ആക്സിസ് ആണ്. അപ്പം 0ൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോസിറ്റീവും ഇങ്ങോട്ടേക്ക് നെഗറ്റീവും ആണല്ലോ. ഈ S1നെ സംബന്ധിച്ചിടത്തോളം ഔട്ടർ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ പോണതാ, ഇതാണ് പുറത്തോട്ട് പോകുന്ന യൂണിറ്റ് വെക്ടർ, ഇതാണ് ഉള്ളിലോട്ട് പോകുന്ന യൂണിറ്റ് വെക്ടർ. ഇത് ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോണ കാരണം ഇതിനെ -i എന്ന് വിളിക്കണം. അതായത് ഓൺ S1 n is equal to -i. നമ്മൾ ഇനി വരുന്ന പ്രോബ്ലത്തിൽ അത് കാണുന്നതാണ്. ദെൻ ഇതാണ് നമ്മുടെ S2. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് S2. നമുക്കിത് കാണാൻ പറ്റും. ഈ S2 എന്ന ഫേസ് ഈ ഇതാണല്ലോ വൈ ആക്സിസ്. ഈ വൈ ആക്സിസും ഈ സെഡ് ആക്സിസുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് നിൽക്കുന്നത് വൈ ആക്സിസിൽ നിന്നും സെഡ് ആക്സിസിൽ നിന്നും ഒരു പ്രത്യേക ദൂരം അകലെ എക്സ് ആക്സിസിലാണ്. ആ ഡിസ്റ്റൻസിനെ ഞാൻ എ എന്ന് വിളിച്ചാൽ, അങ്ങനെ വിളിക്കണമെന്നാണ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത്. അപ്പം ഈ S2 എന്ന ഫേസ് എക്സ് ആക്സിൽ നിന്ന് എ ഡിസ്റ്റൻസ് അകലെയാണ്. അതുകൊണ്ട് ഓൺ S2 x is equal to a ആയിരിക്കും. ദെൻ ഈ S2ൻ്റെ നോർമൽ വെക്ടർ ഔട്ടർ നോർമൽ വെക്ടറിനെ കുറിച്ച് പറയണം. ഇതിൻ്റെ നോർമൽ വെക്ടർ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസ് തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതെന്ന് വിചാരിക്കുക, എക്സ് ആക്സിസ് ആണ്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഫിഗർ. ഇതാണ് എൻ്റെ S2. ഇതിൻ്റെ നോർമലായിട്ട് നിൽക്കുന്നത് ഈ എക്സ് ആക്സിസ് ആണ്. നമുക്ക് വേണ്ടത് ഔട്ടർ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് S2നെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇന്നർ നോർമൽ വെക്ടർ, ഇതാണ് ഔട്ടർ നോർമൽ വെക്ടർ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം ഇത് 0ൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ആയതുകൊണ്ട് ഔട്ടർ നോർമൽ വെക്ടർ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് n is equal to i എന്നാണ്. അപ്പോൾ ഓൺ S2 x is equal to a,
and n is equal to I. Then ഇതിനെ S3 ആയിട്ട് വിചാരിക്കുക. ഇതാണ് നമ്മുടെ S3. നമുക്കറിയാം ഇതാണ് എൻ്റെ എക്സ് ആക്സിസ്, ഇതാണ് എൻ്റെ വൈ ആക്സിസ്, ഇതാണ് എൻ്റെ എക്സ് ആക്സിസ്, ഇതാണ് എൻ്റെ സെഡ് ആക്സിസ്. അപ്പം ഇത് നിൽക്കുന്നത് എക്സ് ആക്സിസിലും സെഡ് ആക്സിസിലും മാത്രമാണ്. വൈ ആക്സിസുമായി യാതൊരു ബന്ധവും ഇല്ലാത്തത് കാരണം ഓൺ S3 y is equal to 0. ഇനി ഇതിൻ്റെ ഔട്ടർ നോർമൽ വെക്ടറെ കുറിച്ച് പറയണം. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നോർമൽ വെക്ടറുകൾ ദീ പോകുന്ന വൈ ആക്സിസ് ആണ്. ഇതാണ് ഇന്നർ നോർമൽ വെക്ടർ, ഇതാണ് ഔട്ടർ നോർമൽ വെക്ടർ. ഇത് നെഗറ്റീവ് ഡയറക്ഷനോട്ട് പോകുന്നത് കൊണ്ട് ഓൺ S3 outer normal vector n is equal to -j. Now consider S4. നേരത്തെ പറഞ്ഞതുപോലെ ഈ S4 നിൽക്കുന്നത് ഈ Z ആക്സിസിൽ നിന്നും ഈ X ആക്സിസിൽ നിന്നും ഒരു പ്രത്യേക ദൂരം അകലെ Y ആക്സിസിലാണ്. ആ പ്രത്യേകമായ ദൂരത്തെ നമ്മൾ B എന്ന് വിളിച്ചാൽ, ക്വസ്റ്റ്യനിലാണ് പറഞ്ഞിട്ടുണ്ട് B എന്ന് എടുക്കണമെന്ന്, B എന്ന് വിളിച്ചാൽ S4 on S4 y is equal to b ആയിരിക്കും. ഇനി ഇതിൻ്റെ നോർമൽ വെക്ടറെ കുറിച്ച് പറയണം. ഈ ഫേസിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇതിൻ്റെ നോർമൽ വെക്ടർ വൈ ആക്സിസ്. നമുക്ക് വേണ്ടത് ഔട്ടർ നോർമൽ വെക്ടറാണ്. ഇങ്ങോട്ടാണ് ഇന്നർ നോർമൽ വെക്ടർ, ഔട്ടർ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്, ഇതാണെന്ന് വിചാരിക്കുക. ഇത് പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഭാഗമായതുകൊണ്ട് outer normal vector j is equal to positive, outer normal vector n is equal to positive j ആണ്. Now consider the fifth phase S5. ഇതാണ് നമ്മുടെ S5. ഇത് നിൽക്കുന്നത് x ആക്സിസിലും y ആക്സിസിലുമാണ്. z പ്ലെയിനുമായി z ആക്സിസുമായി യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് S5നെ on S5 z is equal to 0 ആണ്. On S5 z is equal to 0. ഫിഗർ എന്ന് വ്യക്തമാണ്. ഇതിൻ്റെ ഔട്ടർ നോർമൽ വെക്ടർ, ഇതിൻ്റെ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാണ്. ഇതിനെ നോർമലായിട്ട് നിൽക്കുന്നത് ഇതാണ്, സെഡ് ആക്സിസ് ആണ്. നമുക്ക് വേണ്ടത് ഔട്ടർ നോർമൽ വെക്ടറാണ്. ഇതിൻ്റെ മുകളിലോട്ടുള്ളതാണ് ഇന്നർ നോർമൽ വെക്ടർ, അപ്പോൾ താഴോട്ടേക്കുള്ളതാണ് ഔട്ടർ നോർമൽ വെക്ടർ. ഇത് മുകളിലോട്ട് പോസിറ്റീവും താഴോട്ടേക്ക് നെഗറ്റീവ് ആണ്. അപ്പോൾ താഴോട്ടേക്ക് ആയതുകൊണ്ട് n is equal to -k ആയിരിക്കും ഇതിൻ്റെ ഔട്ടർ നോർമൽ വെക്ടർ. Then consider the last phase S6. S6 എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ് ആക്സിസും വൈ ആക്സിസുമായി എക്സ് ആക്സിസുമായി യാതൊരു ബന്ധമില്ലാണ്ട് സെഡ് ആക്സിസിൽ ഒരു പ്രത്യേക ഡിസ്റ്റൻസ് മേലെ നിൽക്കുന്നത്. ആ ഡിസ്റ്റൻസിനെ സി എന്ന് വിളിച്ചാൽ z is equal to c ആണ്. ഈ സിക്സ്ത് ഫേസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൺ S6 z is equal to c, എ കോൺസ്റ്റന്റ്. ദെൻ ഇതിൻ്റെ ഔട്ടർ നോർമൽ വെക്ടർ, ഇതാണ് ഇതിൻ്റെ നോർമൽ വെക്ടർ. നമുക്ക് വേണ്ടത് ഔട്ടർ നോർമൽ വെക്ടർ ആണ്. ഇത് പോസിറ്റീവ് z ആക്സിസ് ആയതുകൊണ്ട് മുകളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് z is equal to k ആണ് S6ലെ ഔട്ടർ നോർമൽ വെക്ടർ. ഇനി ഇത് വെച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്.